മദഗജവദനം തം വിഘ്നവിച്ഛേദദക്ഷം സരസിജഭവജായ ഭാരതീ സോമമീശം നിശിചരകുലകാലം രാഘവം ജാനകീം ച പ്രതിദിനമതിഭക്ത്യാ നൗമി വാൽമീകിമാര്യം. അധ്യക്ഷൻ ക്ലബ് പ്രസിഡന്റ് ശ്രീ കെ.പി. രാധാകൃഷ്ണൻ, ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ പി. ബാലചന്ദ്രൻ, അവാർഡ് ജേതാവ് ശ്രീ നെടുമ്പള്ളി രാമമോഹൻ, അദ്ദേഹത്തെ സദസ്സിന് പരിചയപ്പെടുത്തുന്ന ശ്രീ ബിജു ആറ്റുപുറം, അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാടിന്റെ മകളും ക്ലബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായ ശ്രീമതി ജയാവണോ, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ 792ാമത് പ്രതിമാസ പരിപാടിയിലേക്കും നാരായണമുദ്ര അവാർഡ് സമർപ്പണ ചടങ്ങിലേക്കും നിങ്ങളേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഥകളി എന്ന കലാരൂപത്തിനും തൃശ്ശൂർ കഥകളി ക്ലബിനും അളവറ്റ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാട്. അഭിഭാഷക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും, പ്രത്യേകിച്ച് തൃശ്ശൂർ നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ മാനേജരായി 31 വർഷത്തോളം സേവനമനുഷ്ഠിച്ച, ആ വിദ്യാലയത്തിൻ്റെ സുവർണ കാലഘട്ടത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ മെമ്പർ, സെക്രട്ടറി, പ്രസിഡന്റ്, രക്ഷാധികാരി എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച് ക്ലബിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം അമരക്കാരനായി. ക്ലബിൻ്റെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നതിന് അദ്ദേഹം കാണിച്ച നിഷ്ഠ, അതുപോലെ തന്നെ യുവകലാകാരന്മാരെ വളർത്തിയെടുക്കുവാൻ നൽകിയ പ്രോത്സാഹനവും എടുത്തു പറയേണ്ടതാണ്. കലാരംഗത്തെ ഈ അതുല്യ സംഭാവനകളെ മാനിച്ച് 2021 കേരള കലാമണ്ഡലം മുകുന്ദരാജ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജന്മമാസമായ ഇംഗ്ലീഷ് മാസം ഓഗസ്റ്റിൽ കഥകളി രംഗത്ത് വളർന്നു വരുന്ന മികച്ച യുവകലാകാരന്മാർക്ക് പ്രോത്സാഹനമായി നൽകുന്ന ഈ പുരസ്കാരം കലയോടും കലാകാരന്മാരോടുള്ള സി കെ എൻ്റെ സ്നേഹത്തിനും സമർപ്പണത്തിനും മുന്നിലുള്ള അദ്ദേഹത്തിനോടുള്ള ആദരവായിട്ടാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്നത്തെ ഈ വേദിയിലെ അധ്യക്ഷൻ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ.പി. രാധാകൃഷ്ണൻ അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാരായണമുദ്ര അവാർഡ് സമർപ്പണം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ചീഫ് മെഡിക്കൽ അഡ്വൈസറും പ്രശസ്ത വൈദ്യശ്രേഷ്ഠനുമായ ഡോക്ടർ പി. ബാലചന്ദ്രൻ അവറുകളാണ്. അദ്ദേഹത്തെ കഥകളി ക്ലബിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 4.5 പതിറ്റാണ്ടിലേറെയായി ആര്യവൈദ്യശാലയുടെ ധർമാശുപത്രി സൂപ്രണ്ടായും മെഡിക്കൽ അഡ്വൈസറായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം പ്രമുഖ കലാകാരന്മാരുടെയും ആസ്വാദകരുടെയും പ്രിയപ്പെട്ട മിത്രമാണ്. ഇന്ന് ഈ അവാർഡ് സമർപ്പിക്കുന്നത് പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ ശ്രീ നെടുമ്പള്ളി രാമമോഹൻ അവർകൾക്കാണ്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ ഒരു വേദിയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ ബിജു ആറ്റുപുറം അവറുകളാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ നന്ദി രേഖപ്പെടുത്തുന്നത് സി കെ നാരായണൻ നമ്പൂരിപ്പാടിൻ്റെ മകളും ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായ ജയ ആവണൂരാണ്. ജയ ചേച്ചിയെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സി കെയുടെ പത്നി രമണി അന്തർജനം, മകൻ രാജൻ,
മരുമകൻ ദാമോദർ അവണൂർ എന്നിവരുൾപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ കലാസ്നേഹികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നടക്കുന്ന കീചകവധം കഥകളി സ്പോൺസർ ചെയ്ത ഡോക്ടർ കിഷോർ ചന്ദ്രവാര്യർ, ശ്രീമതി ജയ അവണൂർ എന്നിവരോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. നമസ്തേ. എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ ബാലചന്ദ്രൻ, ക്ലബ്ബ് സെക്രട്ടറി ശ്രീ പ്രശാന്ത്, ഇന്നത്തെ അവാർഡ് ജേതാവായിട്ടുള്ള നെടുമ്പള്ളി രാംമോഹൻ, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ശ്രീ ബിജു ആറ്റുപുറം, ഈ ചടങ്ങിന് നന്ദി പറയുന്ന ശ്രീമതി ജയ അവണൂർ, സഭാവാസികളെ, കലാകാരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിന്ന് ഒത്തുചേർന്നിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിർവഹിക്കാനാണ്. സ്വാഗത പ്രസംഗത്തിൽ ശ്രീ പ്രശാന്ത് നിങ്ങളോട് സൂചിപ്പിച്ചു, ഇത്തരം ഒരു അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ പേരിലാണ്. അത് ലഭിക്കുന്നത് ശ്രീ രാംമോഹനാണ്. രണ്ടും വളരെ ഔചിത്യമാർന്ന കാര്യങ്ങളാണ്. ശ്രീ നമ്പൂതിരിപ്പാടിനെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ക്ലബിൻ്റെ തുടക്കം മുതൽ 65 മുതൽ തന്നെ ഇതിൻ്റെ ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. ഭാരവാഹിത്വം തന്നെ വെറും അലങ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന ആളായിരുന്നില്ല. ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിന്ന് അതിനെ നയിച്ചു കൊണ്ടുപോയിരുന്ന ആളായിരുന്നു. പല കാര്യത്തിനും വളരെ കണിശക്കാരനുമായിരുന്നു. ഞങ്ങളൊക്കെ പിന്നീട് വന്ന് കാര്യങ്ങൾക്ക് ചില ചെറിയ മാറ്റങ്ങൾ വരാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് സമ്മതിക്കില്ല. അത് അങ്ങനെയല്ല, പഴയ പോലെ തന്നെ വേണമെന്ന് നിർബന്ധം പറയാറുണ്ട്. നമ്മളത് അനുസരിക്കാറുണ്ട് കേട്ടോ. എന്ത് കാര്യത്തിനും റെഡി റെക്കണറായിരുന്നു. ഇപ്പോൾ കളി ഇപ്പോൾ ഇന്നത്തെ കളി കീചകവധം എന്നാ നടത്തിയതെന്ന് ഉടനെ കയ്യിലുണ്ടാവും. അത് പറയും എന്നാ നടത്തിയെന്ന് പറയും. ഇന്നത്തെ കുണ്ടലായര ഇതിനു മുമ്പ് എന്നാ ഈ വേഷം ഇവിടെ അവതരിപ്പിച്ച് അത് റെഡി റെക്കണറായിട്ട് അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും അത് ഉണ്ടായിരുന്നു. കാരണം ഊണിലും ഉറക്കത്തിലും എന്ന പോലെ തന്നെ കഥകളിയും കഥകളി ക്ലബ്ബും കൊണ്ടു നേരുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു മഹാപുരുഷനെ അനുസ്മരിക്കാൻ പറ്റുന്നത് സുഹൃതം തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഔചിത്യമാർന്ന കാര്യവുമാണ്. അതിന് പുറപ്പെട്ട ഈ കാര്യങ്ങൾ നടത്തുന്ന CKയുടെ കുടുംബത്തിന് ആദ്യമേ തന്നെ ഞാൻ നന്ദിയും അവരെ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ സഹധർമ്മിണി ശ്രീമതി രമണി അന്തർജന ഇവിടെയുണ്ട്. മക്കളുണ്ട്, മരുമക്കളുണ്ട്, അതുപോലെ സുഹൃത്തുക്കൾ. ഇവർക്കെല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുന്നു. നിങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നത് ഒരു മഹത് കർമ്മമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. സന്തോഷം. ഇന്ന് അവാർഡ് കൊടുക്കുന്നതും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു യുവ കലാകാരനാണ്. രാംമോഹനെ പരിചയപ്പെടുത്തുമ്പോൾ ബിജു പറഞ്ഞോളും. എന്നാലും നമ്മുടെ കഥകളി ക്ലബ്ബിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ പ്രായം ഞാൻ ഉദ്ദേശിക്കുന്ന ഗായകൻ എന്നുള്ള നിലയ്ക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പരിപാടികൾ ധാരാളം അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് രാംമോഹൻ. ക്ലബ്ബുമായിട്ട് അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളർച്ച നമ്മൾ കണ്ടു നിന്നിട്ടുണ്ട്. രണ്ട് തരത്തിൽ രാംമോഹന് പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കും. അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഒരു പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകനാണ്, കലാകാരനുമാണ്. അധ്യാപകനും കലാകാരനും എന്ന് പറയുമ്പോൾ കലാകാരൻ സമൂഹത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അധ്യാപകൻ അടുത്ത തലമുറയെ തന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണ്. കുട്ടികളുടെ മനസ്സ് തൊട്ടുണർത്തുന്ന ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലേക്ക് ആർട്ട് ഇൻ്റഗ്രേഷനും ഉണ്ട്. കലയും സംസ്കാരവും അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങളായിട്ട് പാഠ്യപദ്ധതികളായിട്ട് ഇണക്കി ചേർത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിന് ഭംഗിയായിട്ട് ശ്രീ രാംമോഹന് കഴിയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ രാംമോഹൻ്റെ കുടുംബവും ഒരു അനുഗ്രഹീത കലാകാരന്മാരുടെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി മീര ആയാലും, ഇപ്പം നേരത്തെ ഇവിടെ പ്രാർത്ഥനാഗാനം ചൊല്ലിയ നിരഞ്ജനായാലും ഇവരെല്ലാവരും പാട്ടുകാരാണ്. അങ്ങനത്തെ ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഇതിനു മുമ്പ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്.
ഒരു പക്ഷേ നമ്മൾ ഇത്തരം കലാകാരന്മാരെ ചെറുപ്പത്തിൽ തന്നെ ആദരിക്കുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഇവർക്ക് ഇനിയും കൂടുതൽ സംഭാവനകൾ കൊടുക്കാനുള്ളൊരു പ്രോത്സാഹനം അതുകൊണ്ട് കിട്ടും. പലപ്പോഴും നമ്മൾ അംഗീകരിക്കാറുള്ളത് തീരെ വയ്യാണ്ടായി അവശരായുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പിന്നീട് കിട്ടുമ്പോൾ ഒരു എന്താ പറയുക, അതുകൊണ്ടൊരു പ്രത്യേക ഒരു ഗുണമൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ അപ്പുറം അവരെ എത്തിയിട്ടുണ്ടാവും. ഇതിപ്പോൾ അങ്ങനെയല്ല ചെയ്തത്. അതിനവരെ തിരഞ്ഞെടുത്തതിന് ഞാൻ ശ്രീമതി ജയാവണ്ണൂരിനോടും ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരോടും നന്ദിയും അവരോട് അഭിനന്ദനവും അറിയിക്കുന്നു. കാരണം ഇത്തരം പ്രോത്സാഹനങ്ങൾ ആവശ്യമാണ്. ആ പ്രോത്സാഹനങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ തലമുറയിലേക്ക് കഥകളി എത്തണമെങ്കിൽ ഇതുപോലത്തെ പുതിയ ചെറുപ്പക്കാരുള്ള കലാകാരന്മാരെ അറിഞ്ഞ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഈ കല നിലനിന്ന് പോകണമെങ്കിൽ അടുത്ത തലമുറയിലേക്കും ഇത് പകർന്നു കൊടുക്കാൻ പറ്റണം. ആ പകർന്നു കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, സംശയമില്ലാണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതുപോലത്തെ യുവ തലമുറയിൽപ്പെട്ട കലാകാരന്മാരെ ആദരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സത്കൃത്യം ചെയ്തതിന് ഞാൻ CKയുടെ കുടുംബത്തിനോടും നന്ദി ഒരിക്കൽ കൂടി പറയണു. പിന്നെ തൃശ്ശൂർ കഥകളി ക്ലബിനെ പറ്റി നമ്മളേറെ നിങ്ങൾക്കിവിടെ ഒരുപാട് പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. നമ്മളാവുന്നത്ര പുതിയ കലാകാരന്മാരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവരെ കൈപിടിച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പുതിയ കഥകളെ അവതരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പരിമിതികളൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ തൃപ്തികരമായിട്ട് നടന്നു പോകുന്നതല്ല, എന്നാലും അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ രാമമോഹൻ തന്നെ ഒരു ഉദാഹരണം, അദ്ദേഹത്തിന് തന്നെ പറയാൻ പറ്റും ആ കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തേണ്ടത്. എന്തായാലും കഥകളി ക്ലബ്ബ് പോലെയുള്ള സാംസ്കാരിക സംഘടനകൾക്ക് സമൂഹത്തിൽ കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നൊരു കാലമാണത്. കുട്ടികൾ പ്രത്യേകിച്ചും യുവതലമുറയൊന്നും നമ്മൾ വിചാരിച്ച പോലെ വരുന്നില്ല ഇതിലേക്ക് വരാൻ. നമ്മൾ പലതരത്തിലും നോക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളും അവർക്ക് ഇവിടെ ചില കോണ്ടാക്ട് ക്ലാസ്സുകളൊക്കെ വെച്ചിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു അറ്റൻഡൻസ് വന്നിട്ടില്ല. അതിപ്പോൾ നമ്മൾ വേണ്ട പോലെ അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. എന്നാലും നമ്മൾ ഇത് ഇനിയും തുടർന്നു പോവുക തന്നെ ചെയ്യും. ഇത്തരം കലകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പാരമ്പര്യവും കലകളും ഇതൊക്കെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇനിയും നമുക്കതിന് ശ്രമിക്കാം. നിങ്ങളെല്ലാവരെയും സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്നു. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദീർഘകാലം തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ അമരത്തിരുന്നു കൊണ്ട് ക്ലബിനെ നല്ല രീതിയിൽ നയിച്ചിരുന്ന യശശരീരനായ അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദര പ്രണാമം. ഒരു മുൻകൂർ ജാമ്യത്തോടു കൂടി തന്നെ ഞാൻ ഈ പരിചയപ്പെടുത്തൽ തുടങ്ങാം. എനിക്ക് പ്രസംഗം തീരെ വശമില്ല. ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇത്രയും പണ്ഡിതരും വാഗ്മികളും അടങ്ങിയ സദസ്സിനെ അഭിമുഖീകരിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നല്ല വിറയലൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്താ വെച്ചാൽ ഇത് കർക്കടക മാസമാണ്. ഇനി ഞാൻ ജപിക്കാൻ പോണത് രാമനാമമാണ്. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ തുടങ്ങട്ടെ. ഇവിടെ എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം ഇന്ന് നാരായണ മുദ്ര പുരസ്കാരത്തിൻ്റെ ജേതാവായ നെടുമ്പള്ളി രാമമോഹനെ ഈ സദസ്സിന് പരിചയപ്പെടുത്തുക എന്നാണ്. 40 വർഷത്തിലേറെയായി കഥകളി സംഗീത രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളെ കഥകളിയെ നല്ലോണം അറിയുന്ന ഈ ഒരു സദസ്സിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു ഔപചാരികതയുടെ പേരിൽ ഞാൻ ആ കൃത്യം നിറവേറ്റാം. ശ്രീ നെടുമ്പള്ളി രാമമോഹൻ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ്. അച്ഛൻ കഥകളി സംഗീതജ്ഞനായിരുന്ന നെടുമ്പള്ളി നാരായണൻ നമ്പൂതിരി, അമ്മ ലീല അന്തർജനം. അമ്മയ്ക്ക് തിരുവാതിരക്കളി പാട്ടുകളോടാണ് കമ്പം എന്നാണ് കേട്ടിട്ടുള്ളത്. സംഗീതത്തിൻ്റെ ബാലപാഠം രാമന് പകർന്നു നൽകിയത് രാമൻ്റെ അച്ഛൻ തന്നെയാണ്. അതിനുശേഷം ശ്രീ KM കൃഷ്ണൻ നമ്പൂതിരിയുടെ അടുത്തുനിന്ന് ശാസ്ത്രീയ സംഗീതവും, ശ്രീ കലാമണ്ഡലം സോമൻ്റെ കയ്യിൽ അടുത്തുനിന്ന് കഥകളി വേഷവും, ശ്രീ കലാമണ്ഡലം ശ്രീകുമാരേട്ടൻ്റെ അടുത്തുനിന്ന് കഥകളി സംഗീതവും രാമൻ അഭ്യസിച്ചു. കലാപഠനത്തിൻ്റെ ഒപ്പം തന്നെ രാമൻ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി. രാമൻ ഗണിതശാസ്ത്രത്തിലും അധ്യാപനത്തിലും ബിരുദം നേടി. അതിനുശേഷം തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. അവിടെ ഡോക്ടർ ജലജ വർമ്മ, ശ്രീ MS പരമേശ്വരൻ, ശ്രീ ഗുരുവായൂർ മണികണ്ഠൻ, ശ്രീ അറക്കൽ നന്ദകുമാർ എന്നിവരായിരുന്നു ഗുരുക്കന്മാർ.
സംഗീതത്തിലെ ബിരുദാനന്തര ബിരുദം നേടിയിട്ടും രാമൻ്റെ പ്രധാന കലാപ്രവർത്തന മേഖല കഥകളി സംഗീതം തന്നെയായിരുന്നു. ഈയിടെ ഒരു യാത്രക്കിടയിൽ കേട്ട ഒരു സംസാര ശകലം ഇവിടെ പങ്കുവെക്കുന്നു. രാമൻ്റെ ചെറുപ്പകാലത്താണ്, അല്ല ഇപ്പോഴും ചെറുപ്പമാണ്, അല്ല അതിനു മുമ്പേ കുറച്ച് കുട്ടിക്കാലത്തെന്ന് പറയാം, ഒരു ചൊല്ലിയാട്ടം നടക്കുകയാണത്രേ. രാമുട്ടിയാശാനാണ് ചൊല്ലിയാടിക്കണത്. അന്ന് അവിടെ എത്തിച്ചേരേണ്ടിയിരുന്ന ഒരു പ്രധാന ഗായകൻ അന്ന് വന്നില്ല. രാമൻ ആ ദൗത്യം ഏറ്റെടുത്തു, പാടാൻ തുടങ്ങി. ചൊല്ലിയാട്ടം കഴിഞ്ഞപ്പോൾ രാമുട്ടിയാശാൻ പറഞ്ഞു അത്രേ, ഈ സംഗീതം വിടണ്ട, മുറുക്ക പിടിച്ചോളൂ എന്ന്. അത് രാമുട്ടിയാശാൻ്റെ ദീർഘവീക്ഷണമായിരുന്നില്ലേ എന്ന് ഇപ്പോൾ സാന്ദർഭികമായി എനിക്ക് തോന്നുകയാണ്. കാരണം ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു MA മ്യൂസിക് കഴിഞ്ഞിട്ടും കഥകളി സംഗീതത്തിൽ തന്നെ തുടർന്നുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വിദ്യാഭ്യാസത്തിന് ശേഷം രാമൻ പല സ്ഥാപനങ്ങളിലും ജോലി നോക്കിയിട്ടുണ്ട്. ചിറ്റൂർ ഗവൺമെൻറ് കോളേജ്, കേരള കലാമണ്ഡലം, കലാനിലയം, വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂള്, ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, ഇവിടെയൊക്കെ താൽക്കാലിക ജോലി നോക്കിയതിന് ശേഷം ഇപ്പോൾ കുണ്ടൂർ കുന്ന് സ്കൂളിലെ ഗണിത അധ്യാപകനാണ്. സമയം എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്ന് രാമനെ കണ്ട് പഠിക്കണമെന്ന് പലതവണ തോന്നിയിട്ടുണ്ട്. കാരണം സ്കൂളിൽ പഠിപ്പിക്കണേന് യാതൊരു വിട്ടുവീഴ്ചയില്ല, കൃത്യമായിട്ട് പഠിപ്പിക്കും. എന്നാൽ ജനപ്രീതിയേറിയ ഒരു ഗായകൻ എന്ന നിലയ്ക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പരിപാടികൾ കച്ചേരിയായും കഥകളിയായും അതും ഏൽക്കാറുണ്ട്. എന്നാൽ അത് അധ്യാപനത്തെ തീരെ ബാധിക്കുന്നില്ല, നന്നായിട്ട് പഠിപ്പിക്കുന്നുമുണ്ട്. ഇനി ഇവിടെ എത്ര പേർക്ക് അറിയുന്നറിയില്ല, അത്യാവശ്യം പൂജയ്ക്ക് ഗണപതി ഹോമത്തിനൊക്കെ രാമൻ പോകാറുണ്ട്. കുടുംബത്ത് സമയം ചെലവഴിക്കും. ഇതിനെല്ലാം ഉപരി കുറേ ശിഷ്യന്മാരെ വാർത്തെടുക്കാനും രാമൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇത്ര അനവധി ശിഷ്യ സമ്പത്തുള്ള മറ്റൊരു ഗുരുനാഥൻ ഉണ്ടോ എന്ന് സംശയമാണ്. ശിഷ്യരുടെ കാര്യം പറഞ്ഞാലോ ഓരോരുത്തരും ഒന്നിനൊന്നു കേമം. ഏതൊരു ചിട്ടപ്രധാനമായ കഥയും ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. അവരത് മികവുറ്റ രീതിയിൽ കൈകാര്യം ചെയ്യും. രാമൻ്റെ പഠിപ്പിക്കുന്നതിൻ്റെ ഗുണമാണത്. ഇനി രാമൻ്റെ അരങ്ങ് പ്രവൃത്തിയെ പറ്റി പറഞ്ഞാൽ ഗോപിയാശാൻ മുതൽ ഏറ്റവും ജൂനിയറായിട്ടുള്ള ഒരു വേഷക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ രാമനാണ് പാട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്, സംതൃപ്തിയാണ്, സമാധാനമാണ്. കാരണം അവരുടെ വേഷത്തിന് എന്ത് വേണോ അത് പിന്നിൽ നിന്ന് പാട്ടിൽ നിന്ന് കിട്ടുന്നുള്ള ഉറപ്പാണ്, വിശ്വാസമാണ്. പിന്നെ രാമൻ്റെ സംഗീതത്തിനെ വിലയിരുത്താൻ ഞാൻ ആളല്ല. എങ്കിലും എന്താ പറയുക, കർണാടക സംഗീതത്തിൻ്റെ പിൻബലമുള്ളത് കൊണ്ട് തന്നെ ഏതൊരു രാഗവും ഏതൊരു സംഗതിയും അനായാസം വഴങ്ങുന്ന തൊണ്ടയാണ് രാമന്. കഥകളിയിൽ സാഹിത്യം കടുകട്ടിയായിട്ട് ഓർമ്മ നിൽക്കും, തെറ്റിച്ചതുവരെ കണ്ടിട്ടില്ല. വേഷം പഠിച്ചതുകൊണ്ട് തന്നെ അരങ്ങിലെ ചിട്ടവട്ടങ്ങളും കടുകട്ടിയായിട്ട് അറിയാം. പിന്നെ ഒരു കേവല ശ്രോതാവ് എന്ന നിലയ്ക്ക് ഒരു എന്താ പറയുക, സംഗീതത്തിൽ വലിയ ഗ്രാഹ്യമൊന്നുമില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ചിലൊരു അത്ഭുതം ഉണ്ട്. അത് രാമൻ്റെ ശ്വാസത്തിൻ്റെ മുകളിലുള്ള കൺട്രോളാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഈയിടെ കുറച്ച് അടുത്ത കാലത്താണ് ഒരു വൈറലായൊരു പദം ഉണ്ടായിരുന്നു, സീതാ സ്വയംവരത്തിലെ ഒരു പദം. അതിൻ്റെ അവസാനം മനവാ തപസ്സു ചെയ്യാൻ ഇന്നീ ഞാൻ പോകുന്നു രാമ, അങ്ങനെ ഒരു നീട്ടലുണ്ട് ആകാരം പിടിച്ചിട്ട്. ആ ഒരു ഒറ്റ ശ്വാസത്തിലുള്ള സസ്റ്റെയിൻ ഏകദേശം 5 ചെമ്പട താളവട്ടം നീണ്ടു നിൽക്കുന്നതായിരുന്നു. അത് കേട്ട് കോരിത്തെരിച്ചു പോയിട്ടുണ്ട്. ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ അതിനു മുമ്പിൽ യേശുദാസിൻ്റെ മധുമൊഴി രാധെ നിന്നെ തേടി തോറ്റുപോകുമോ എന്ന് സംശയമാവും. ഇനി രാമൻ്റെ വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റമാണ്. ഒരിക്കലും ശുണ്ഠി എടുത്ത് കണ്ടിട്ടില്ല. മീര കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചില്ലേ, ബാക്കി ആരും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ രാമൻ്റെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റവും അരങ്ങത്തെ സഹപ്രവർത്തകൻ്റെ മനസ്സറിഞ്ഞ് പാടാനുള്ള കഴിവും കാരണം ഒരേപോലെ സഹപ്രവർത്തകരുടെയും സംഘാടകരുടെയും പ്രിയങ്കരനായ ഗായകനായി മാറി. ഈ രാമൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ രാമൻ്റെ സഹോദരങ്ങളെല്ലാവരും തന്നെ കലാരംഗത്ത് സജീവമാണ്. രാമൻ്റെ പത്നി
അതിപ്രശസ്തയായ സംഗീതജ്ഞയാണ് മീര രാംമോഹൻ. കഥകളി സംഗീതമായും ശാസ്ത്രീയ സംഗീതമായിട്ടും പിന്നെ ഇതര സംഗീത ശാഖകളിലെ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള അവരുടെ സംഗീത സമന്വയം എന്നുള്ള പരിപാടിക്കും ധാരാളം ആരാധകരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളത്. അപ്പോൾ അത്രയ്ക്ക് പ്രശസ്തയായ ആളാണ് രാമൻ്റെ പത്നി മീര. 2 മക്കളാണ്. മൂത്ത ആൾ ഇതിപ്പോൾ ഇവിടെ കുറച്ചു മുമ്പേ നമ്മുടെ പ്രാർത്ഥന ചൊല്ലി, നിരഞ്ജൻ മോഹൻ, രഞ്ജു എന്ന് വിളിക്കും. 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇതിനോടകം തന്നെ യുവജനോത്സവത്തിലും മറ്റ് മത്സരവേദികളിലും ധാരാളം സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ പാത പിന്തുടർന്നിട്ട് ഇപ്പോൾ കഥകളി സംഗീത വേദിയിലും സജീവമാണ്. രണ്ടാമൻ നവരാഗ് അഥവാ കുഞ്ചു 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സംഗീതം പഠിക്കുന്നുണ്ട്. ഭാവിയിലെ ഒരു താരമാവുമെന്ന് ഉറപ്പ്. ഇവരുടെ താരനിബിഡമായ ഈ ഭവനം കാണുമ്പോൾ എനിക്കൊരു സിനിമയുടെ പേര് ഓർമ്മ വരും. ആ സിനിമയിലെ കഥാപാത്രങ്ങളോ കഥയായിട്ടോ യാതൊരു ബന്ധവുമില്ല കേട്ടോ, ആ പേര് മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത്രയും താരനിബിഡമായ ഭവനമാണ് സ്റ്റാർ സ്റ്റഡഡ് ഹൗസ്. സിനിമയുടെ പേര് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. ഇനി രാമൻ്റെ സംഗീത ജീവിതത്തിലെ കുറച്ച് നേട്ടങ്ങൾ പറയാം. രാമൻ ആകാശവാണി എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. 2 സിനിമയിൽ പാടിയിട്ടുണ്ട്, കളിയച്ഛൻ, ആശാൻ എന്നീ സിനിമകളിൽ. ഇന്ത്യയിൽ ഒരുവിധം എല്ലാ നഗരങ്ങളിലും രാമൻ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറേ വിദേശ പര്യടനങ്ങളും രാമനെ തേടിയെത്തിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, സിംഗപ്പൂർ, ജപ്പാൻ, കൊറിയ, ദുബായ്, അബുദാബി, സൗദി അറേബ്യ, മാർട്ടിനിക് തുടങ്ങിയ രാജ്യങ്ങളിലാണ് രാമൻ്റെ കലാപ്രകടനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പുരസ്കാരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് രാമന്. അതിലേറ്റവും പ്രധാനം, അങ്ങനെയില്ല, ഓരോ പുരസ്കാരങ്ങളും കലാകാരന് പ്രധാനം തന്നെയാണ്, അതവർക്ക് പ്രചോദനം നൽകുന്നതാണ്. എങ്കിലും കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ, കൂടാതെ കലാസാഗർ, ശ്രീദേവി രാഘവം, നവരസം, കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരി സ്മാരക പുരസ്കാരം, തിരൂർ നമ്പീശൻ സ്മാരക പുരസ്കാരം, വെൺമണി ഹരിദാസ് സ്മാരക പുരസ്കാരം, തൃപ്പൂണിത്തുറ കൊച്ചനിയൻ പുരസ്കാരം, തൃപ്പൂണിത്തുറ ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം, തിരുവില്വാമല ഈശ്വര വാര്യർ സ്മാരക പുരസ്കാരം, പിന്നെ കലാമണ്ഡലത്തിൽ നിന്നും ഭാഗവതർ കുഞ്ഞുണ്ണി തമ്പരാൻ സ്മാരക എൻഡോവ്മെൻറ്റ്, കോഴിക്കോട് തോടയം കഥകളി ക്ലബിൻ്റെ യുവപ്രതിഭാ പുരസ്കാരം, AM ശാസ്ത്രശർമ്മൻ സ്മാരക പുരസ്കാരം, ദുബായിലെ ഗേയം ആദിദേവം കൂട്ടായ്മ നൽകുന്ന ഗാനമൂർത്തി പുരസ്കാരം, ചാലക്കുടി കഥകളി ക്ലബിൻ്റെ ചാലക്കുടി ജൂനിയർ നമ്പീശൻ സ്മാരക പുരസ്കാരം, ഇവയൊക്കെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു TM കൃഷ്ണ ഇവരെ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ കഥകളി സംഗീതത്തിൻ്റെ മേലുള്ളൊരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടത്താൻ വേണ്ടി വിളിച്ചിരുന്നു. ആ വർഷം മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലെക്ചർ ഡെമോൺസ്ട്രേഷൻ പുരസ്കാരവും രാമനും മീരയ്ക്കും ചേർന്നാണ് കിട്ടിയത്. ഇതുകൂടാതെ രാജസം പുരസ്കാരം, മുരിങ്ങൂരപ്പൻ പുരസ്കാരം, ശ്രീപാദം സാഹിത്യ പുരസ്കാരം, കഞ്ചതളം എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. രാമൻ്റെ നീണ്ട പുരസ്കാരങ്ങളുടെ പട്ടികയിൽ ഇതാ ഒരെണ്ണം കൂടി ചേരുന്നു. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ എല്ലാമായിരുന്ന ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ നാരായണ മുദ്ര പുരസ്കാരത്തിന് ഈ വർഷം അർഹനായത് ശ്രീ നെടുമ്പള്ളി രാംമോഹനാണ്. രാമന് എല്ലാവിധ അഭിനന്ദനങ്ങളും കൂടെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഒരുപാട് കാലം തൻ്റെ കലാസപര്യ കൊണ്ട് ആസ്വാദകരെ ആനന്ദിപ്പിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും രാമന് സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബിജു.
പ്രശസ്തിപത്രം ശ്രീ നെടുമ്പള്ളി രാമോഹൻ. സാഹിത്യത്തിൻ്റെ ഭാവാർത്ഥങ്ങളെ ന്യൂനീകരിക്കുന്ന ഭൃഗകളിലും ഗമകങ്ങളിലും അമിതമായി അഭിരമിക്കലല്ല, കഥകളിയുടെ ദൗര്യത്രിക ശോഭയെ നിലനിർത്തി നടൻ്റെ രംഗക്രിയകളെ സസൂക്ഷ്മം പിന്തുടർന്നുകൊണ്ട് ഭാവാത്മകമായി ആലപിക്കുക എന്നതാണ് കഥകളിപ്പാട്ടിൻ്റെ ഉത്തമമായ മാതൃക. കഥകളി ഗായകന് സംഗീതത്തോടൊപ്പം സാഹിത്യാവബോധവും പാത്രബോധവും രംഗജ്ഞാനവുമാണ് ഉണ്ടാകേണ്ടത്. ഈ ഗുണങ്ങൾ അത്ഭുതകരമാവണ്ണം സമ്മേളിച്ച ഗായകനാണ് ശ്രീ നെടുമ്പള്ളി രാമോഹൻ. ഗണിതശാസ്ത്രത്തിൽ ബിരുദവും തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് കർണാടക സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയ രാമോഹൻ്റെ സംഗീതത്തിലെ ആദ്യ ഗുരു അച്ഛൻ തന്നെയാണ്. പിന്നീട് KM കൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്ന് സംഗീതം അഭ്യസിച്ചു. ശ്രീ കലാമണ്ഡലം ശ്രീകുമാറാണ് കഥകളി സംഗീതത്തിലെ ഗുരുനാഥൻ. ശ്രീ കലാമണ്ഡലം സോമൻ്റെ കീഴിൽ കഥകളി വേഷവും അഭ്യസിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ പുരസ്കാരം, മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലെക്ചർ ഡെമോൺസ്ട്രേഷനുള്ള പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ക്ലബ്ബുകളും കലാസംഘടനകളും അവാർഡുകൾ നൽകി ആദരിച്ചിട്ടുണ്ട്. കളിയച്ഛൻ, ആശാൻ എന്നീ സിനിമകളിൽ പാടിയിട്ടുണ്ട്. ആകാശവാണിയിൽ A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. 1976 പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്ത് നെടുമ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെയും ലീല അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ കുണ്ടൂർക്കുന്ന് സ്കൂളിൽ ഗണിതശാസ്ത്ര അധ്യാപകനാണ്. ഗായികയായ മീര രാംമോഹനാണ് ഭാര്യ. 2 മക്കളുണ്ട്. മകൻ നിരഞ്ജൻ മോഹൻ വളർന്നു വരുന്ന ഗായകൻ കൂടിയാണ്. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഏർപ്പെടുത്തിയ നാരായണമുദ്ര പുരസ്കാരം ഈ വർഷം ശ്രീ നെടുമ്പള്ളി രാമോഹന് നൽകി ക്ലബ്ബ് ആദരിക്കുന്നു. പ്രശസ്തിപത്ര സമർപ്പണത്തിനും പൊന്നാട അണിയിച്ചാദരിക്കുന്നതിനുമായി ശ്രീ KP രാധാകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. നന്ദി. സദസ്സിനെ അഭിസംബോധന ചെയ്ത് 2 വാക്ക് സംസാരിക്കാനായി ഡോക്ടർ ബാലചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, എങ്കിലും അഭിമാനകരമായ ഒരു നിമിഷമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കോളേജിൽ കേരളവർമ്മ കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ അറിയാം. എൻ്റെ പഴയ നടക്കാവുള്ള ബ്രദറിലോൻ്റെ അവിടെ വന്ന് അവർ കണ്ടിട്ടുണ്ട്. പിന്നീട് നാരായണ നമ്പൂതിരിപ്പാടിനെയും കണ്ടിട്ടുണ്ട്. അവർ ഞങ്ങളൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ ബ്രഹ്മസമ്മേളനത്തിലേക്ക് അവരൊക്കെ വരും. കൂട്ടത്തിൽ അവിടെയും കൂടി ഒന്ന് കയറുക എന്നുള്ളൊരു ചടങ്ങ് പോലെ നടന്നിരുന്നു. അതിൽ ആ ഒരു അടുപ്പം എന്നെ വളരെയധികം വൈകാരികമായിട്ട് ഇതായിട്ട് ബന്ധപ്പെടുത്തുന്നു. പിന്നെ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ തുടക്കം മുതലേ ഞാൻ ആരുമല്ല എന്നാലും അതിലൊക്കെ കൂടെ ഒരു ഉത്സാഹിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതലേ ഈ CK-നായിട്ട് വളരെ അടുപ്പമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും എന്നെ ഇന്ന് ഈ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടാവുക. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തേണ്ടത് കഥകളി ആസ്വാദകർക്കൊക്കെ ഒരു വലിയ പ്രചോദനമായിരിക്കും. അതുകൊണ്ട് അത് തുടർന്ന് നടത്തണമെന്നും അത് വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. സദസ്സിലിൻ്റെ ഗുരുനാഥനുണ്ട്, ശ്രീകുമാരേട്ടൻ, അമ്മണ്ട്, മീരയുടെ അച്ഛൻ്റെ, എൻ്റെ അഭ്യുദയകാംക്ഷികളാണ്. വളരെ കാലങ്ങളായി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് സദസ്സിലും വേദിയിലും. ആ സദസ്സിന് മുന്നിൽ, അരങ്ങിന് മുന്നിൽ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. കഥകളി എന്നൊരു പാഷനും അധ്യാപനം എന്നൊരു പ്രൊഫഷനും രണ്ടും കൂടി എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അതിനൊരു എന്താ പറയുക, മറുപടി ഒറ്റ വാക്കിൽ ദൈവാധീനം, ഈശ്വരാനുഗ്രഹം, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം,
അച്ഛനമ്മമാരുടെ അനുഗ്രഹം എന്നേ പറയാനുള്ളൂ. യേശുദാസിൻ്റെ ഭാഷയിൽ നമ്മൾ പാട്ടുകാർ തൊണ്ടത്തൊഴിലാളികളാണ് എന്ന് യേശുദാസ് പറയാറുണ്ട്. തൊണ്ട കൊണ്ട് രണ്ട് വൈരുദ്ധ്യമായ പ്രൊഫഷനുകൾ, ഒന്ന് അധ്യാപനം, 6-7 പീരീഡ് സ്കൂളിൽ അധ്യാപനം വേണ്ടിവരും. അതിനുശേഷം കഥകളി അരങ്ങത്ത് പാടേണ്ടി വരുമ്പോൾ അതെങ്ങനെ സാധിക്കുന്നു എന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എന്ന് എനിക്ക് പറയാനുള്ളൂ. ചിലപ്പോൾ അങ്ങേയറ്റം ക്ഷീണിതനായിട്ടാവും വരിക, പക്ഷെ അരങ്ങത്ത് വന്നാൽ ഒപ്പമുള്ള സഹകലാകാരന്മാരുടെ അപ്പോൾ കിട്ടുന്നൊരു ഊർജം, സദസ്സ് നൽകുന്നൊരു പ്രോത്സാഹനം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ പാടാൻ പറ്റുന്നത് എന്ന് വിചാരിക്കുന്നു. തൃശ്ശൂർ ക്ലബ്ബ് ഈ അവാർഡിന് തുല്യമായ എത്രയോ അരങ്ങുകൾ എനിക്ക് മുമ്പേ തന്നെ തന്നിട്ടുണ്ട്. ഒരു 25 കൊല്ലം മുമ്പേ തന്നെ ഞാൻ പക്ഷേ സദനം കൃഷ്ണകുട്ടി ആശാൻ്റെ ബാലി വിജയമൊക്കെ ഇവിടെ പൊന്നാനി പാടിയിട്ടുണ്ട്. ഗോപി ആശാൻ്റെ വേഷങ്ങൾക്ക് മാടമ്പി ആശാൻ്റെ കൂടെ നെല്ലിയോടാശാനും VP രാമകൃഷ്ണൻ നായർ ആശാനും കൂടിയുള്ള ഭഗവധം, ഷാരടി ആശാനുള്ള സൗഗന്ധികം, അങ്ങനെ എത്രയോ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് അരങ്ങുകൾ തൃശ്ശൂർ ക്ലബ്ബ് തന്ന് എനിക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ അവാർഡിലൂടെ നൽകുന്ന ആ ഒരു പ്രോത്സാഹനം എൻ്റെ ആ ഒരു പാഷൻ പ്രൊഫഷനോടൊപ്പം തുടർന്നു കൊണ്ടുപോകാൻ പ്രായത്തിനനുസരിച്ചായിരിക്കും ചില സമയത്ത് മനസ്സുകൊണ്ട് എത്തുമെങ്കിലും ശരീരം കൊണ്ട് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റില്ല സ്കൂളിലെ ജോലി കാരണം. ചിലപ്പോൾ ശരീരം കൊണ്ട് എത്തുമെങ്കിലും ശാരീരം കൊണ്ട് ചില സമയത്ത് എത്താൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെ മറികടക്കാൻ നിങ്ങളുടെ ഈ ഒരു പ്രോത്സാഹനം, ഈ ഒരു അവാർഡ് പോലെയുള്ള പ്രോത്സാഹനം എന്തുകൊണ്ടും എനിക്ക് ഊർജ്ജദായകമാണ്. അതിനുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊള്ളട്ടെ തൃശ്ശൂർ ക്ലബിനോടും ഇതിൻ്റെ ഭാരവാഹികളോടും എന്നെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ സംഘാടകരോടും. പിന്നെ CK നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പക്ഷേ തൃശ്ശൂർ ക്ലബ്ബ് എന്നത് അദ്ദേഹത്തിൻ്റെ ജീവരക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് എന്നതിന് അദ്ദേഹത്തോടൊപ്പം ഈ കൊറോണ കാലത്ത് കുറേ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്ര 793 പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ഒരു മാസം പോലും പ്രോഗ്രാം തൃശ്ശൂർ ക്ലബിൻ്റെ പരിപാടി നടക്കാതിരുന്നിട്ടില്ല എന്ന് എല്ലാ കാലത്തും പറയണം എന്ന് അദ്ദേഹത്തിനൊരു ശാഠ്യം, ഒരു വാശി പോലെ, ആ ഒരു ക്ലബിനോടുള്ളൊരു സ്നേഹം. അത് കൊറോണ കാലത്ത് ആദ്യത്തെ മാസം തന്നെയാണ് തോന്നുന്നു, എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ നടത്തണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്, എന്താണ് അതിനൊരു വഴി? എനിക്ക് തോന്നുന്നത് ഒരു കൊറോണ എന്നൊരു ആട്ടക്കഥയോ മറ്റോ, ഒരു 5 മിനിറ്റിൻ്റെയോ മറ്റോ. അത് എൻ്റെ ശിഷ്യരാണ് അഭിജിത്ത് വർമ്മയും അദ്രിജ വർമ്മ. അവർ ഇത് കാര്യങ്ങളിൽ അത്ര എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും ഉള്ള സൗകര്യം വെച്ച് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്ത് തൃശ്ശൂർ ക്ലബിൻ്റെ ഒരു പ്രോഗ്രാമായി ഇറക്കി ആ ഒരു മാസം. പക്ഷേ കൊറോണ അവിടെയും അവസാനിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും പല ആശയങ്ങളും വന്നുകൊണ്ടിരുന്നു. അത് എന്നോട് ചർച്ച ചെയ്തിരുന്നു. ജയോപ്പളും ഉണ്ടാവും. അങ്ങനെ ഒരു മാസം കഥകളിയിലെ ശ്ലോകങ്ങൾ എടുത്തുകൊണ്ട് ഒരു രാഗമാലിക, അക്ഷരശ്ലോകം, രാഗങ്ങളെ ചേർത്തുകൊണ്ട് പാടുന്ന ഒരു പ്രോഗ്രാം. കഥകളി ക്ലബിൻ്റെ 56-ാം വാർഷികത്തിനോടനുബന്ധിച്ച് 56 രാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥകളിയിലെ 56 രാഗങ്ങൾ, 56 പദങ്ങൾ ചേർത്ത് കോട്ടക്കൽ മധുവേട്ടനും ഞാനും മറ്റേ സദന രാമകൃഷ്ണേട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം ചേർന്ന് പ്രോഗ്രാം. അതൊക്കെ ആ സമയം കൊറോണ സമയമാണ്. ഒരു മാസം പോലും പ്രോഗ്രാം മുടങ്ങിയിട്ടില്ല എന്ന് അഭിമാനിക്കാം. ഒരു പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ ചിലപ്പോൾ മുടങ്ങുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്ര അദ്ദേഹത്തിന് ആ വാശി. എന്തെങ്കിലും ഒരു മാസം ഭീഷ്മപ്രതിജ്ഞ എന്നൊരാട്ടക്കഥയെക്കുറിച്ചുള്ള ഒരു ചർച്ചയോ മറ്റോ, അത് ഞാൻ റെക്കോർഡ് ചെയ്തു. പക്ഷെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി കുറേ നേരം ഉറക്കൊഴിച്ചിരുന്ന് നോക്കി. അപ്പോൾ അദ്ദേഹം എന്നോടൊപ്പം ഇവിടെ ഇരുന്ന് ഉറക്കൊഴിച്ചുകൊണ്ടും കുചേലവൃത്തം ആട്ടക്കഥ, ഇന്നതൊക്കെ നല്ലൊരു വർക്കായിട്ട് തോന്നുന്നു എനിക്കും. അദ്ദേഹം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ, കുചേലവൃത്തം ആട്ടക്കഥ ഒരുവിധം കേരളത്തിലെ എല്ലാ ഗായകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ ചരണം ഓരോ ഗായകനായി നീക്കിക്കൊടുത്തുകൊണ്ട്, അത് പുറപ്പെട്ടപ്പോഴാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞത്. ജയോപ്പളും ഞങ്ങളും
ഒരേ ശ്രുതിയിലായിരിക്കണം, ഒരാൾ പാടിയതിൻ്റെ കാലപ്രമാണമായിരിക്കണം അടുത്ത ഗായകനും. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനത്തെ കുറേ പ്രോഗ്രാമുകൾ ഈ കൊറോണ സമയത്ത് തൃശ്ശൂർ ക്ലബിന് വേണ്ടി ശ്രമിച്ചത്. ഈ തൃശ്ശൂർ ക്ലബ്ബ് എനിക്കും എന്നെ പോലെയുള്ള കലാകാരന്മാർക്ക് നൽകുന്ന പ്രോത്സാഹനം കൊണ്ടാണ്. തൃശ്ശൂർ ക്ലബ്ബ് എപ്പോൾ എന്ത് പ്രോഗ്രാം എന്ത് ആവശ്യപ്പെട്ടാലും ഞാനത് തയ്യാറാവുന്നതും ആ ഒരു സ്നേഹം, എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും മറുപടിയായിട്ടാണ്. അതുപോലെ ഒരിക്കൽ ചിറ്റൂർ നമ്പൂതിരിപ്പാട് ദേഷ്യപ്പെട്ട് ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ദേഷ്യപ്പെട്ട് കാണാൻ വിഷമമായിരിക്കും. അതും ആ തൃശ്ശൂർ ക്ലബ്ബ് എന്നൊരു വികാരം ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ഒരു വാർഷികത്തിനാണെന്ന് തോന്നുന്നു 2-3 വിദേശികളെയും കൊണ്ട് ഒരു ഗൈഡ് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുക്കാൻ അവർ വിസമ്മതിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു. ഗൈഡ് തൃശ്ശൂർ ക്ലബിനെതിരായ എന്തോ ഒരു പരാമർശം നടത്തിയെന്ന് തോന്നുന്നു. വളരെ രോഷാകുലനായ ഒരു CK നമ്പൂതിരിപ്പാട് ക്ലബിനെ പറയാൻ ഒരാളെയും ക്ലബിനെതിരെ പറയാൻ ഒരാളെയും അനുവദിക്കാത്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു തൃശ്ശൂർ ക്ലബ്ബ് എന്നൊരു വികാരം കൊണ്ടു നടന്ന ഒരു കലാസ്വാദകൻ്റെ പേരിലുള്ള പുരസ്കാരം നാരായണ മുദ്ര വളരെ സന്തോഷത്തോടെ ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. എൻ്റെ ഗുരുനാഥന്മാരും കുടുംബവും ഒക്കെയാണ് എൻ്റെ ശക്തി. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വീണ്ടും വീണ്ടും സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് അഭിമാനത്തോടെ നാരായണ മുദ്ര പുരസ്കാരം അത് ഞാനും അങ്ങേയറ്റം ആദരിക്കുന്ന ബാലേന്ദ്ര വാര്യർ ഡോക്ടറും ആണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. സെക്രട്ടറിയും ഇദ്ദേഹവും ഒക്കെ അത് എൻ്റെ അമ്മാമൻ്റെയൊക്കെ വലിയ സുഹൃത്താണ്. എല്ലാവരോടും ജയോപ്പിളോടും പിന്നെ എന്നെ പരിചയപ്പെടുത്തിയ ബിജു ആറ്റുപുറം, എനിക്കൊരു ധൈര്യം. രാവിലെ അദ്ദേഹം 2 ദിവസമായിട്ട് പരിഭവം പറയാൻ തുടങ്ങിയിട്ട് എന്നെക്കുറിച്ച് ബബ്ബ എന്തെങ്കിലും പറയുന്നൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ എന്നെക്കുറിച്ച് പറഞ്ഞു. സന്തോഷം പ്രിയ സുഹൃത്തിനോട്. അതുപോലെയുള്ള സുഹൃത്തുക്കളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരങ്ങിൽ വന്നാൽ പലപ്പോഴും ഒരു ഊർജം കിട്ടാൻ വയ്യ എന്ന് തോന്നിയാലും അരങ്ങത്ത് വന്നാൽ പലപ്പോഴും കിട്ടുന്ന ഒരു ഊർജത്തിന് ഇതുപോലെയുള്ള കലാകാരന്മാരാണ് എന്നെ സഹായിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ആ സന്തോഷം വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ട് ഈ പ്രോത്സാഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും സദസ്സിലുള്ള എല്ലാ സഹൃദയർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ നാരായണമുദ്ര പുരസ്കാരം കലാമണ്ഡലം ശ്രീ വിജയകുമാറിന് നൽകിയതിന് ശേഷം അഡ്വക്കേറ്റ് CK നാരായണ നമ്പൂതിരിപ്പാടിന് തൃശ്ശൂർ കഥകളി ക്ലബ്ബുമായി 2 മാസക്കാലത്തെ ബന്ധം കൂടിയാണ് ഉണ്ടായത്. ഒക്ടോബർ 18 നടന്ന ക്ലബിൻ്റെ പ്രതിമാസ പരിപാടി കണ്ട് ഒക്ടോബർ 26 നടന്ന ക്ലബിൻ്റെ ഭരണസമിതി മീറ്റിങ്ങിൽ സജീവമായി പങ്കെടുത്തതിന് ശേഷം ഒക്ടോബർ 28 അദ്ദേഹം യാത്രയായത്. തൃശ്ശൂർ കഥകളി ക്ലബിന് വേണ്ടി 60 വർഷത്തിലധികം പ്രവർത്തിച്ച CKയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാര സമർപ്പണത്തിൻ്റെ ഈ യോഗത്തിൽ നന്ദി പ്രകടിപ്പിക്കുക എന്ന എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി പുരസ്കാര സമർപ്പണത്തിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ P. ബാലചന്ദ്രനോടാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ ആശാൻ തുടങ്ങിയ പല കഥകളി കലാകാരന്മാർക്കും അദ്ദേഹം ഉപദേശകനും ചികിത്സകനുമായിരുന്നു. അദ്ദേഹം ഒരു മികച്ച കലാസംഘാടകനാണ്. കർണാടക സംഗീതജ്ഞർ, കഥകളി കലാകാരന്മാർ ഇവരോടൊക്കെ അടുപ്പം പുലർത്തി വരുന്ന കലാസ്വാദകനാണ്. ഡിസംബർ മാസത്തിൽ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ നടന്നുവരുന്ന മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് അദ്ദേഹം പല യുവ പ്രതികളെയും കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്രത്തിൻ്റെ ഉത്സവ കച്ചേരികൾക്ക് ക്ഷണിച്ചു വരുത്തി ഗംഭീര പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. വിദ്വാൻമാരായ ശ്രീ TV ശങ്കരനാരായണൻ, ശ്രീ TM കൃഷ്ണ, ശ്രീ സഞ്ജയ് സുബ്രഹ്മണ്യം, ശ്രീമതിമാർ രഞ്ജിനി ഗായത്രി തുടങ്ങിയ പ്രമുഖർക്ക് കേരളത്തിൽ ആദ്യമായി കച്ചേരി നടത്താൻ അരങ്ങൊരുക്കിയത് പ്രധാനമായും ഡോക്ടർ ബാലചന്ദ്രനാണെന്ന് പറയാം. കർണാടക സംഗീതത്തിലെ കുലപതിയായിരുന്ന ശ്രീ ചെമ്മൻകുടി സ്വാമിയുമായും കഥകളി സംഗീതത്തിലെ കുലപതിയായിരുന്ന നമ്പീശനാശാനുമായും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇന്ന് ഈ യുവ കലാകാരനുള്ള പുരസ്കാരം നൽകുന്നതിനായി അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു.
ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ച് ശ്രീ രാംമോഹനെ അനുമോദിക്കുന്നതിനായി എത്തിച്ചേർന്ന ഡോക്ടർ പി ബാലേന്ദ്രനോട് ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും ഹൃദയംഗമമായ നന്ദി പറയുന്നു. അടുത്തതായി സന്തോഷം പറയുന്നത് ഇന്നത്തെ താരം ശ്രീ നെടുമ്പള്ളി രാംമോഹനോടാണ്. ഗണിതശാസ്ത്രാധ്യാപകനായിട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിൽ സംഗീതത്തിനു വേണ്ടിയും ഒരുപോലെ സമയം കണ്ടെത്തി രാംമോഹൻ ഇന്നത്തെ കഥകളിപ്പാട്ടുകാരിൽ ഒരു ഉയർന്ന തലത്തിലെത്തിച്ചേർന്നു. രാംമോഹൻ്റെ ശിഷ്യരെ കാണുമ്പോൾ കൗതുകം തോന്നാറുണ്ട്. ഇത് നേരത്തെ ബിജു ആറ്റുപുറം പറഞ്ഞതാണ്. അവർ ശിഷ്യർ അരങ്ങത്ത് പാടുന്ന കണ്ടപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി പാടുന്നത് കാണുമ്പോൾ ശിക്ഷണ മികവിന് ഗുരുവിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. തൃശ്ശൂർ കഥാളി ക്ലബിന് രാംമോഹനുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതിൽ പലതും രാംമോഹൻ ഇപ്പോൾ പറയുണ്ടായി. കൊറോണ കാലത്ത് 2020 മാർച്ച് മാസത്തിൽ ശ്രീ രാംമോഹനും ശ്രീമതി മീരയും കൂടി പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ക്ലബിൻ്റെ പ്രതിമാസ പരിപാടി മുടങ്ങാതിരിക്കാൻ അത് സഹായിച്ചു. അടുത്ത മാസം ഏപ്രിൽ മാസത്തിലാണ് നേരത്തെ പറഞ്ഞ കുചേലവൃത്തം കഥ 67 ഗായകരെ പങ്കെടുപ്പിച്ച് കുചേലവൃത്തം കഥകളി ക്ലബിൻ്റെ യൂട്യൂബ് ചാനൽ വഴി അവതരിപ്പിച്ചത് രാംമോഹൻ്റെ പിന്തുണ കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നതും അതിനു വേണ്ട എല്ലാ ഗൈഡ് ലൈൻസും തന്നത് ശ്രീ രാംമോഹനായിരുന്നു. കൊറോണ കാലത്ത് തന്നെ മറ്റ് 2 പരിപാടികൾക്ക് കൂടി ശ്രീ രാംമോഹൻ്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ആട്ടക്കഥാ ശ്ലോകമാലിക, മറ്റൊന്ന് 56 വർഷം പൂർത്തിയാക്കിയ ക്ലബിൽ വെച്ച് 56 രാഗങ്ങളിൽ 56 കഥകളിപ്പദങ്ങൾ അവതരിപ്പിച്ചതായിരുന്നു. ഈയിടെയായി ശ്രീ രാംമോഹനും ശ്രീമതി മീരയും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നുകൾ ആസ്വാദകരുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പരിപാടികളാണ്. കർണാടക സംഗീത ലോകത്തും കഥകളി സംഗീത മേഖലയും ഉന്നത ശ്രേണിയിലെത്തി വലിയ ആദരവും ബഹുമതികളും ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. പുരസ്കാര ജേതാവിനെ വളരെ ഭംഗിയായി ശ്രീ ബിജു ആറ്റുപുറം തൻ്റെ സ്വതസിദ്ധമായ നർമ്മത്തോടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നല്ല സംഗീതാഭിരുചിയുള്ള ബിജു കഥകളിപ്പദം ലയിച്ച് പാടുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ കാണാറുണ്ടല്ലോ. ഹൃദ്യമായ ഈ പരിചയപ്പെടുത്തലിന് ശ്രീ ബിജുവിന് നന്ദി പറയുന്നു. അടുത്തതായി ക്ലബിൻ്റെ നെടുന്തൂണായ ക്ലബ്ബ് പ്രസിഡൻ്റായ രാധാകൃഷ്ണേട്ടനോടാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ശ്രീ രാംമോഹനെ പ്രശസ്തി പത്രം നൽകി ആദരിക്കുകയും ചെയ്ത രാധാകൃഷ്ണേട്ടനോട് ഹൃദയംഗമമായി നന്ദി പറയുന്നു. സ്വാഗതം ആശംസിച്ച ക്ലബിൻ്റെ യുവ നേതാക്കളിൽ പ്രധാനിയായ ക്ലബ്ബ് സെക്രട്ടറി ശ്രീ പ്രശാന്തിന് നന്ദി പറയുന്നു. കൂടാതെ ക്ലബിൻ്റെ യുവ നേതൃനിരയിലെ ഗോപികൃഷ്ണനെയും അനിൽകുമാറിനെയും സ്മരിക്കാതെ വയ്യ. കലാകാരന്മാരെ ഏൽപ്പിക്കുന്നത് മുതൽ പരിപാടിയുടെ ഓരോ കാര്യവും സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്ന ശ്രീ ഗോപികൃഷ്ണനും തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ വെബ്സൈറ്റിൽ പരിപാടികൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാ മാസവും പരിപാടിയുടെ മനോഹരമായ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്ന അനിൽകുമാറിനും നന്ദി പറയുന്നു. ഇന്നിവിടെ പ്രാർത്ഥന ചൊല്ലിയ നിരഞ്ജൻ മോഹന് കൗതുകപൂർവ്വം നന്ദി പറയുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് ഈ മിടുക്കനും സംഗീതത്തെ രംഗത്ത് ശോഭിക്കട്ടെ. നാരായണമുദ്രയുടെ ലോഗോ ഡിസൈൻ ചെയ്ത CKയുടെ അനുജൻ്റെ സണ്ണിലോ കൂടിയായ ശ്രീ സുജിത് പണിക്കത്തിന് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇന്നത്തെ കഥകളി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഡോക്ടർ പി ബാലേന്ദ്രൻ്റെ മകനും UK-യിൽ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് റുമാറ്റോളജിസ്റ്റായി ജോലി ചെയ്യുന്ന ഡോക്ടർ കിഷോർ ചന്ദ്രൻ വാര്യരാണ്. സംഗീതപ്രേമിയായ അദ്ദേഹം UK-യിൽ ശ്രുതി എന്ന സംഘടനയുടെ ആസ്ഥാന ഗായകനാണ്. മൃദംഗത്തിൽ ശ്രീ കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ ശിഷ്യനായ അദ്ദേഹം വാദ്യോപകരണങ്ങളെല്ലാം അനായാസം കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിന് ക്ലബിൻ്റെ അകൈതവുമായ നന്ദി. ഇന്നത്തെ കഥകളിയിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും സർവോപരി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ കലാസ്നേഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാരായണമുദ്ര പുരസ്കാരം അവാർഡ് സമർപ്പണ യോഗം അവസാനിച്ചിരിക്കുകയാണ്.